പ്രിയ സഹോദരങ്ങളെ, ഞാൻ വീണ്ടും നിങ്ങളുടെ മുൻപിൽ വരുന്നു. നിങ്ങളെ ഒരു വിധത്തിലും ദ്രോഹിക്കാനോ അല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും വലിയവനാണെന്ന് എന്നെ തന്നെ വിളിച്ചു പറയുവാനോ അല്ല. എന്നാൽ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയുന്നു. ഞാൻ നേരത്തെ തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു പരിശുദ്ധനല്ല. എന്നാൽ ആത്മാർത്ഥതയും വിശ്വസ്തയും ഉണ്ടെന്നിൽ. ഇല്ല എന്ന് ആർക്കെങ്കിലും തെളിയിക്കാമെങ്കിൽ, അനുഭവം ഉണ്ടെങ്കിൽ അവർ പറഞ്ഞാൽ ഞാനത് സമ്മതിക്കാം. പോട്ടെ. ഇന്ന് ഞാനിപ്പോൾ ഇങ്ങനെ ഓരോ കാര്യം പറയാൻ വന്നത്, ഇന്ന് നമ്മൾ കാണുന്ന ഒരു പ്രഹസനമാണ് കുടുംബയോഗം. എന്താണ് കുടുംബയോഗം? പണ്ടത്തെ ചരിത്രങ്ങളൊക്കെ ചകഞ്ഞെടുത്ത് ഇവിടുത്തെ പുസ്തകങ്ങളിൽ നിന്നും ഉള്ളതോ ഇല്ലാത്തോ ഒക്കെ ആയിട്ട്, അത് ഓട്ടോസഭ അറിയാമല്ലോ. 1950 വർഷം മുമ്പ് ഓട്ടോസഭ തോമാസിയെ സ്ഥാപിച്ചെന്ന് പറയുന്ന പോലെ ഇവർ ഓരോരുത്തർ കുടുംബക്കാരും അവരുടെ ചരിത്രങ്ങൾ എഴുതിയുണ്ടാക്കി പ്രകാശനം ചെയ്യുന്നു. അത് ചെയ്യുന്നു. ഞങ്ങൾ പഴയതാണെന്നൊക്കെ വിളിച്ചു പറയുന്നു. ആ കൂട്ടത്തിലൊന്നാണ് ശങ്കരപുരി തെക്കേടത്ത് കുടുംബയോഗം. പറയട്ടെ, ഞാനും അതിൻ്റെ അംഗമാണ്. കഴിഞ്ഞ 1 പ്രാവശ്യം മാത്രമേ ഉള്ളൂ ഞാൻ പോകാതിരുന്നത്. ആ പോകുന്ന സമയത്തെല്ലാം ഞാൻ അവരോട് എല്ലാവിധത്തിലും സഹകരിച്ചിട്ടുണ്ട്. എന്നാൽ അന്നൊക്കെ ഈ സമയങ്ങളിലൊക്കെ ഞാൻ അവരോട് ചോദിക്കുന്ന ഒരു കാര്യം, നമ്മൾ കുടുംബയോഗം നടത്തുന്നു, എന്താ അവിടെ നടക്കുക, എന്ത് ചെയ്യുന്നു, എന്ത് പ്രയോജനമുണ്ടാകുന്നു? ശരിയാ, രാവിലെ ചെല്ലുമ്പം വയറ് നിറച്ച് ഇഡ്ഡലി ദോശ മറ്റേതും മരിച്ചു കയറ്റാം. ഉച്ചയ്ക്കും മരിച്ചു കയറ്റി അവിടെ ഗുണാൻ ഡാൻസും പാട്ടും പാടി തിരിഞ്ഞു പോരാം. അല്ലാതെ എന്തോ ചെയ്യുന്നു? ഇതുകൊണ്ട് എന്തോ പ്രയോജനമാണ്? കുടുംബയോഗം കൂടുന്നെങ്കിൽ അത് നമ്മുടെ കുടുംബത്തിലെ സകലമാന ആൾക്കാരുടെ റെക്കോർഡുകളും അവർ സൂക്ഷിക്കണം. വേണ്ടപ്പെട്ടവർ, അതിന് പ്രധാനികൾ. അല്ല എങ്കിൽ മറ്റുള്ളവർ പറയണം, നമ്മുടെ കുടുംബത്തിലെ ഇന്നയാൾ ഒന്നുമില്ല, കഷ്ടപ്പെടുന്നു, അവരെ സഹായിക്കണം. ഏതെങ്കിലും യുവന്മാർ ചെയ്തിട്ടുണ്ടോ? ഞാൻ ചോദിക്കുന്നത് അവർക്ക് ഇഷ്ടമല്ല. പോട്ടെ, ഞാൻ ചോദിക്കാനാ പോകുന്നില്ല. ഇപ്പം 2 പ്രാവശ്യമായി പോയില്ല. ഇപ്പോഴും അവർ കുടുംബയോഗം നടത്താൻ പോവുകയാണ്. നിങ്ങൾ കുടുംബയോഗത്തിലെ ഒരവനെങ്കിലും എന്നെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു വന്നാൽ, നിങ്ങൾ നേരിട്ട് എന്നെ വിളിച്ചാൽ ഞാൻ അവിടെ വരാൻ, ഞാൻ നിങ്ങളോട് സംസാരിക്കാം. അല്ലാതെ ഗുണ പറഞ്ഞുകൊണ്ട് അവിടെ ഇവിടെ നടക്കരുത് കേട്ടോ. എന്നാൽ ഈ പ്രാവശ്യം കുടുംബയോഗത്തെ വിളിക്കാൻ വന്നപ്പോൾ ഞാൻ വീട്ടിലായിരുന്നു. ആ വന്നവർ ഒരാളാണ് വന്ന്, മറ്റൊരാരും വരത്തില്ല. കാരണം അവർക്കറിയാം ഞാൻ എന്തെങ്കിലും ചോദിച്ചാൽ മറുപടി അവർക്ക് തരാനൊക്കത്തില്ല. അതുകൊണ്ട് വന്നില്ല. ആ വന്ന വ്യക്തി ഒരു കാർഡ്, ശങ്കരപുരി തെക്കേടത്ത് കുടുംബയോഗം, പോത്തൻകാവ് ശാഖ, രജിസ്റ്റർ നമ്പർ 440595. അപ്പോൾ ഈ കാർഡ് കൊടുത്ത കുടുംബയോഗത്തിൻ്റെ ഉടനെ ഭാര്യ പറഞ്ഞു, പുള്ളി ഇവിടെ ഇല്ല എന്ന് പറഞ്ഞു. സാരമില്ല എന്ന് പറഞ്ഞ് അങ്ങ് പോയി. ഞാൻ അതിൻ്റെ പുറകെ പോകാനും പോയില്ല. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, എൻ്റെ ഒരു കസിൻ അമേരിക്കയിൽ നിന്ന് വന്നിട്ടുണ്ട്. അവൻ 3 മാസമായിട്ട് നാട്ടിലുണ്ടായിരുന്നു. അവൻ്റെ കൂടെ മിക്കവാറും സമയങ്ങളിലൊക്കെ ഞാൻ അവന് എങ്ങോട്ടെങ്കിലും പോകണോ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഇങ്ങനെ സഹകരിച്ച് പോകുന്നതാണ്. അവന് ലോൺലി ആയിരിക്കണ്ട, ഞാൻ അവിടെ പോയി മിക്ക സമയത്ത് ഏതെങ്കിലും കാര്യത്തിൽ അവിടെ വീട്ടിൽ ചെല്ലും. അപ്പോൾ ഒരു ദിവസം ചെന്നപ്പോൾ ഈ കാർഡ് അവിടെ കിടക്കുന്നു. അപ്പോൾ ഞാൻ കുടുംബയോഗം അവർ വന്നിരുന്നു. പിന്നെ വരാമോ ഞാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പുള്ളി പറഞ്ഞു പിന്നെ വാ എന്ന് പറഞ്ഞ് വിട്ടു. എന്തിന്? ഇന്ന് എൻ്റെ കസിൻ അമേരിക്കയ്ക്ക് പോവുകയാണ്. അപ്പോൾ ഇന്ന് രാവിലെ തൊട്ട് ഞാൻ അവിടെ ഉണ്ട് പല കാര്യങ്ങൾക്കായിട്ട്. ഞാൻ അവിടേക്കുമ്പോൾ ഒരു മാന്യ വ്യക്തി, ഞാൻ പേര് പറയുന്നില്ല, അവനെക്കുറിച്ച് അവൻ ശരിയായിട്ട് പറയാം, ഇതിൻ്റെ കൂടി ഞാനത് പറയാം. വ്യക്തി വന്നു.
അച്ചാൻ പോകുന്നതിന് മുമ്പേ വന്നു കാണാൻ സംസാരിക്കാനൊന്നും ഒത്തില്ല. അന്ന് വന്നപ്പോൾ ആൾക്കാരുണ്ടായിരുന്നു, അതാ ഇതാ ഇന്ന് ആര് വിളിച്ചു പറഞ്ഞു അച്ചായൻ ഇന്ന് പോവുക, അതിന് അച്ചാനെ കാണാൻ വന്ന. എനിക്ക് അറിയാം എന്തുവാ അസുഖം എന്നുള്ളത്. പുള്ളി വരുന്ന റോഡിൽ കൂടെ വരുന്ന സമയത്ത് ഇന്നാരും ഇതാണ് പോകുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു എങ്ങോട്ട് പോകാൻ, ഇങ്ങോട്ട് വരിക. അന്ന് ഞാൻ നേരെ പറഞ്ഞു ഇന്നതാ സംഭവം എന്നും പറഞ്ഞു. എല്ലാവരും അവിടെ നിന്ന് വെച്ച് കുടുംബയോഗത്തിൻ്റെ കാര്യം എടുത്തിട്ടു. അപ്പോൾ പിരിവ് കസിൻ കാശെടുത്ത് കൊടുത്തു. ഞാൻ അവിടെ നിന്ന് വെച്ച് ആ മാന്യ വ്യക്തിയോട് ചോദിച്ചു, മക്കളെ നിങ്ങൾ പിരിവ് ഒരു മുടക്കം കൂടാതെ ആളിനെ ഓർക്കും, അവിടെ വരും, എന്നാൽ അത് കഴിഞ്ഞാൽ നിങ്ങൾ മറന്നു പോകും. ഇവരെല്ലാം അമേരിക്കയിലാണെങ്കിലും എവിടെയാണെങ്കിലും എല്ലാ പിരിവുകളും കൊടുക്കുന്നുണ്ട്. ഇവിടെ വന്നാൽ ഈ വ്യക്തി അവിടെ അവൻ്റെ വീട്ടിൽ പ്രാർത്ഥന വെക്കുകയും ചെയ്യും. ആൾക്കാരും എല്ലാ അവിടെ പ്രാർത്ഥനയോ കൊണ്ട് അവിടെ പോവുകയും ചെയ്യും. പിരിവുകളെല്ലാം കൊടുക്കുന്നതാണ്. എന്നാലും സാധാരണ ഇനി പറയാൻ പറ്റുന്ന വികാരിമാരെ കുറിച്ച് ഒരു ഇടവകയിൽ പുരോഹിതന്മാർ പുതുതായിട്ട് വികാരിമാരുമായിട്ട് വന്നാൽ അവർ ഭവന സന്ദർശനം നടത്തും. അത് അവർക്ക് അറിയത്തില്ല ഏതൊക്കെ വീടുകളായെന്നാണ്. ഇനിയിപ്പം പല ഭാഗങ്ങളായിട്ടാണ്, പ്രാർത്ഥനവുമാണല്ലോ, അതിൻ്റെ സെക്രട്ടറിയാണ് ഇതിൻ്റെ ആള് മറ്റു പുരോഹിതന്മാരെ കൊണ്ടുവരുന്നത്. അപ്പോൾ ഒരു ദിവസം ഞാൻ അവിടെ നിൽക്കുമ്പോൾ 2 പുരോഹിതന്മാർ എൻ്റെ വീടിൻ്റെ വഴിയെ ഇന്ന് മേളിലോട്ട് കയറി വന്ന് അങ്ങ് പോവുകയാണ്. അപ്പം ഞാൻ എൻ്റെ കസിൻ്റെ വീട്ടിൽ നിൽക്കുക. ഞാൻ പറഞ്ഞാണ്ട് പോകുന്നു. ഇച്ചിരി കഴിഞ്ഞപ്പോൾ ഇവർക്കൊരു സുഖമുണ്ട്. അതായത് ഒരേ മെസ്സേജ് ഇട്ടു വാട്സാപ്പിൽ, പുത്തക കത്തീഡ്രലിൻ്റെ വാട്സാപ്പിൽ. നമ്മുടെ പ്രാർത്ഥന യോഗത്തിൽ പുരോഹിതന്മാർ ഭവന സന്ദർശനത്തിന് വന്ന് അവർക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചില്ല, കാരണം അവർക്ക് അത്യാവശ്യമായിട്ട് ഒരിടത്ത് വരെ പോകേണ്ടതുകൊണ്ട്. ശരി, അപ്പം ഓർത്തോളം ഈ സെക്രട്ടറി വേറൊരു മാന്യ വ്യക്തിയും സ്വന്തം അപ്പൻ്റെ പാരമ്പര്യം ഇപ്പോഴും മുടങ്ങാതെ കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയും കൂടെ ഈ എൻ്റെ കസിൻ്റെ വീട്ടിൽ നമ്മുടെ ആദ്യമന ശേഖരത്തിൻ്റെ നമ്മളൊന്ന് കൊടുക്കാനുണ്ടെങ്കിൽ പൈസ കൊടുത്താൽ മതിയല്ലോ, അത് മേടിക്കാനായിട്ട് കളക്ട് ചെയ്യാൻ വന്നു. ഞാൻ അങ്ങോട്ട് വരുന്ന വഴി ഇവർ 2 പേര് മുറ്റത്തേക്കുന്നു, എൻ്റെ കസിൽ അവിടെ വയ്ക്കുന്നു, ഒരാൾ രസീത് എഴുതി കൊടുക്കുന്നു. ഞാൻ മാറി അവിടെ നിന്നിട്ട് അകത്ത് ഞങ്ങൾ കയറിപ്പോയി. അപ്പം അകത്തുനിന്ന് ഒരാൾ ഇറങ്ങി വന്നു. ആ അപ്പൻ്റെ തന്നി സ്വഭാവം കാണിക്കുന്ന വ്യക്തി. അദ്ദേഹത്തിന് ആണുങ്ങളോടുള്ള അടുപ്പമല്ല, പെണ്ണുങ്ങളുണ്ട് അവരുടെ മണം വിട്ട് അവിടെ പോയി നിൽക്കും. അവൻ്റെ അപ്പനും അത് തന്നെയായിരുന്നു. ഏതായാലും ചത്തുപോയി, പോട്ട്, സാരമില്ല. ഇനിയും ഇവർക്കറിയാം ഈ എൻ്റെ കസിൻ 12-ാം തീയതി അമേരിക്കയ്ക്ക് പോകാമെന്ന്. എന്നാൽ ഈ പ്രാർത്ഥന സെക്രട്ടറിയോ ഈ കുടുംബയോഗത്തിന് ഇന്ന് അച്ചായൻ പോയി കാണണമെന്ന് പറഞ്ഞ വ്യക്തിയോ അല്ലെങ്കിൽ ഈ പിരിക്കാൻ വന്ന വ്യക്തിയോടാണ് ഞാൻ ചോദിച്ചതും. വ്യക്തിയോ ഈ പുരോഹിതന്മാർ ഇവിടെ വന്ന കാര്യത്തെക്കുറിച്ച് ചോദിച്ചില്ല. ഈ വ്യക്തിയും ഈ കുടുംബവും ഈ പ്രാർത്ഥനായോഗത്തിലുള്ള. എന്നിട്ട് എൻ്റെ കസിൻ സാധാരണ എൻ്റെ കസിൻ എന്ന് പറഞ്ഞാൽ വളരെ ദൈവവിശ്വാസിയാണ്. അമേരിക്കയിൽ തന്നെ മദ്ബായിൻ്റെ ശുശ്രൂഷ ചെയ്യുന്നവനാണ്. അവിടെ നല്ല നല്ല കാര്യങ്ങൾക്ക് മുൻപന്തിയിൽ നിൽക്കുന്നതാണ്. ഇവിടെ വന്നാലും മദ്ബായി കയറിയും ഒരു ഞായറാഴ്ചയെങ്കിലും പള്ളി പോകാതിരിക്കാൻ അവന് പ്രയാസമാണ്. അവനല്ല എങ്കിൽ തിരുവേൻ്റെ പള്ളിയിൽ കുർബാന വെച്ച് കേട്ടോണ്ട് വീട്ടിലിരിക്കും. ഇങ്ങനെയൊക്കെയുള്ള വലിയൊരു നല്ല രീതിയിൽ പോകുന്ന ഒരു പയ്യനാണ്. അവന് പ്രയാസമായി. ഞാൻ പോകുന്ന സമയത്തൊന്നും പ്രാർത്ഥിക്കുക പോലും ചെയ്യാനൊരാൾ വന്നില്ലല്ലോ. ഈ അച്ഛന്മാർ പോലും ഇവരെ വിളിച്ചോണ്ട് വേണ്ടിയവർ വന്നില്ലെന്ന് അതിന് സെക്രട്ടറിക്ക് ഒരു മെസ്സേജ് ഇട്ടു. ഞാൻ ഇന്ന് രാവിലെ അവിടെ ഇരിക്കുമ്പോൾ
ചെന്നപ്പം സെക്രട്ടറി ഔട്ടിപ്പോൾ ഞാൻ കയറി ചെന്ന് മാറിയിരുന്നു. ആ പറഞ്ഞിട്ട് അവന് ഇറങ്ങിയ പോയി. അവൻ പറഞ്ഞു എനിക്ക് അറിയത്തില്ല എന്താ 14-ാം തീയതി അന്ന് പോകുന്നെന്ന്. ഈ പിരിവിൻ്റെ കാര്യത്തിൽ ഈ കള്ളക്കഴുകന്മാർക്ക് ഒരു തീയതി തെറ്റും വരുന്നില്ല. മറ്റു കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞത് ഇവർക്ക് കണക്ക് തെറ്റാത്ത എവിടെയൊക്കെയാണെന്നുള്ളത് ഞാൻ പറയുന്നില്ല. ഇതാണ് ഓർത്തോസഭയുടെ ആൾക്കാരെ കള്ള ഭക്തന്മാർ, ദ്രവ്യാഗ്രഹമോഹികളായ പുരോഹിത വർഗത്തിൻ്റെ ഓർത്തോസഭയിലെ കള്ളവിശ്വാസികൾ, ദരിദ്രവാസികൾ. എന്നിട്ട് ഈ കുടുംബയോഗത്തിൽ വന്ന് പിരിക്കാൻ വന്നവൻ ഞാൻ കുടുംബയോഗത്തിലെ അംഗമാണ്. എല്ലാ ഇപ്രാവശ്യം ഞാൻ ചെല്ലുമ്പോൾ കുടുംബയോഗത്തിൽ ഹിന്ദിയോ മലയാളമോ പാട്ട് പാടി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നവനാണ് ഞാൻ. അവിടെ നിന്നൊക്കെ പോലും എൻ്റെ വീട്ടിൽ വരുന്നോ അതിന് വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചില്ല. എൻ്റെ വീട്ടിൽ വന്നുമില്ല. ഈ കള്ളനെ വിളിച്ച് പറഞ്ഞ ദരിദ്രവാദി കൈവറ പോലും ഇവനോട് പറഞ്ഞില്ല ഇവിടെ പോയി കാർഡ് കൊടുത്തിട്ടുണ്ട് അവിടെ പോകണമെന്ന്. കാരണം ഞാൻ ചോദിച്ചാൽ മറുപടി തരണം. പോട്ടെ, നീയൊക്കെ സ്വർഗരാജ്യത്തിൽ കുടുംബയോഗത്തിൻ്റെ ലിസ്റ്റിൽ എൻ്റെ പേര് നിങ്ങൾ ചേർക്കണ്ട. സ്വർഗരാജ്യത്തിൽ പോകുന്നവരുടെ കൂട്ടത്തിൽ ഞാനിവിടെ തന്നെ ഇരുന്നോളാം. നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പോയി കുടുംബയോഗത്തിൽ എൻ്റെ പേര് നിങ്ങൾ ചേർക്കണ്ട. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇതാണ് നല്ലവരായ ക്രിസ്തീയ വിശ്വാസികൾ, ദരിദ്രവാസികൾ.